പല പല സിനിമകൾ നമ്മൾ ഹോളിവുഡ് സിനിമകൾ കാണുമ്പോഴത്തേക്കും അതിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളുള്ള പല സിനിമകളുണ്ട്. അങ്ങനെ ഒരു സിനിമയുടെ കൂടെയുള്ള ഒരു പുതിയ അഡീഷനാണ് ബാക്ക് റൂംസ് എന്ന് പറയുന്ന കെയിൻ പാസൻസ് ഡയറക്റ്റ് ചെയ്ത് ഷുവേറ്റൽ ഏജ് ഓഫ് ഫോറും പ്ലാനറ്റ് കെയിൻസ് ഫെയിം മെയിൻ കഥാപാത്രങ്ങളിലെത്തിയ ഈ ഒരു ക്ലാർക്ക് എന്ന് പറയുന്ന ഫർണിച്ചർ ഷോപ്പിൻ്റെ ഓണറായിട്ടുള്ള ഒരു കഥാപാത്രത്തിൽ കൂടിയാണ് ഈ ഒരു ഷുവേറ്റൽ ഏജ് ഓഫ് ഫോർ എത്തുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ക്ലാർക്കിൻ്റെ തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള മേരി എന്ന് പറയുന്ന ക്യാരക്ടറിൽ കൂടിയാണ് റെനൈറ്റ് കെയിൻസ് എത്തുന്നത്. സോ ഡിസ്ക്രിപ്റ്റീവായിട്ട് പറയേണ്ട ഒരു കഥയാണ് ഈ ഒരു സിനിമയുടേത്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് ആ ഒരു സിനിമയുടെ കഥ പറച്ചിലല്ല, ഈ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ഈ സിനിമയുടെ വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് പറയേണ്ട, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു രീതിയിലുള്ള സംഭവങ്ങളുണ്ട് ഈ ഒരു പടത്തിൽ. അത് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഒരു ഷോർട്ട് റിവ്യൂ ആയിട്ട് പറയുന്ന ഒരു മൂവിയാണ്. കാരണം കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള, അതിൽ സൈക്കോളജിക്കൽ ഹൊറർ ജേണറിൽ വന്ന ഒരു മൂവിയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ സ്റ്റഡിയും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു സിനിമ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി തന്നെ ആ ഒരു ക്യാരക്ടേഴ്സിനെ അവർ പരിചയപ്പെടുത്തുന്നുണ്ട് നമുക്ക് നല്ലപോലെ. അത് രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലല്ല എങ്കിൽ പോലും നമ്മൾ ചെറിയ ചെറിയ സംഭവങ്ങളിൽ ആ ഒരു ക്യാരക്ടർ ട്രേറ്റ്സ് ഒക്കെ മനസ്സിലാക്കുന്ന കുറേ സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിലെ ഡയലോഗ്സ്, ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ ഒരു നായകൻ കാറിലിരുന്ന് പോകുമ്പോഴത്തേക്കും അദ്ദേഹം കേൾക്കുന്ന ഒരു ഓഡിയോ പോലെ ഒരു സംഭവം, ആ ഒരു ഡയലോഗ്സ് നമുക്ക് വരുന്നുണ്ട്. അതായത് ഈ ഒരു ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് തന്നെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു റൂം ഓഫ് ഇമോഷൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു അൺട്രെയിൻഡ് മൈൻഡ് ആകുമ്പോഴത്തേക്കും അത് പല പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പല പല ബാരിയേഴ്സ് നമുക്ക് ഉണ്ടാക്കി വെക്കും. സോ അങ്ങനെ പല പല ബാരിയേഴ്സ് ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്കും അൺട്രെയിൻഡ് മൈൻഡ് നമ്മളെ കീഴ്പ്പെടുത്തുവാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. നമ്മുടെ ലൈഫിലുണ്ടായ നമ്മുടെ റിലേഷൻഷിപ്സ് പോലും നമുക്ക് അതിനുള്ളൊരു വർത്ത് പോലും ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല ഡയലോഗ്സ് ഒരു സിനിമയിലുണ്ട്. അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ, ചെറിയ ചെറിയ സംഭവങ്ങളിൽ തന്നെ സിനിമ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. സോ അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മൾ കാതോർത്തിരിക്കേണ്ടി വരും ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്കും. കാരണം സിനിമ കൺഫ്യൂസിംഗ് ആണ്. ക്ലാർക്ക് എന്ന് പറയുന്ന ഫർണിച്ചർ ഷോപ്പ് ഓണർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ടുപിടിക്കുന്ന ഒരു രഹസ്യം, ആ ഒരു രഹസ്യം അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ കോസ്റ്റ് ചെയ്യുന്നു എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു സിനിമ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ മേരിയും ക്ലാർക്കും എങ്ങനെ റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, രണ്ടുപേർക്കും കുറച്ച് പ്രശ്നങ്ങളുള്ള ക്യാരക്ടറാണ്. സോ അങ്ങനെയൊക്കെയാണ് അവരെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമ പറയുന്നത്. നല്ല അൺസെറ്റിലിംഗ് ആയിട്ടുള്ള, ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സീക്വൻസസ് സിനിമയിലുണ്ട്. അങ്ങനെയുള്ള ഒരു മൂവിയാണ്. പിന്നെ ഇതിൻ്റെ കൺഫ്യൂഷൻ വരുന്ന സംഭവങ്ങളൊക്കെ കുറച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ട്, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. അങ്ങനെയാണ് സിനിമ പോകുന്നത്. സോ അതാണ് ഈ ഒരു ബാക്ക് റൂംസ്. അത്യാവശ്യം നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സൈക്കോളജിക്കൽ ഹൊറർ ജേണറിൽ വന്ന ഒരു നൈസ് പടമാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്.